സോ ഈ വീക്കിൽ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പോണത് 2017 പുറത്തിറങ്ങിയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ചിത്രമാണ് വാരിയർ. സോ ഗെവിൻ ഒക്കോണർ ആണ് ഈ സിനിമ ഡയറക്ട് ചെയ്തിട്ടുള്ളത്. ഇതൊരു MMA ബേസ്ഡ് പടമാണ്. MMA ആണ് ഇതിൽ മെയിൻ ആയിട്ട് കാണിക്കുന്നത്. ഈ MMA ആണെന്ന് പറഞ്ഞാൽ പോലും ഒരു സാധാരണ സ്പോർട്സ് പടം കാണുന്ന പോലെ അല്ല കേട്ടത്. കാരണം വളരെ ഇമോഷണലി കണക്റ്റഡ് ആവുന്നതും നമുക്ക് കണ്ണ് നനയിപ്പിക്കുന്ന സീനുകളൊക്കെ ഉള്ള ഒരു കിട്ടിയില്ല പടമാണിത്. പക്ഷെ ഞാനിത് മസ്റ്റ് വാച്ചാന്ന് പറയാം. മസ്റ്റ് പറഞ്ഞാൽ വളരെ മസ്റ്റ് വാച്ച്. അത്രക്കും അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഇത് തരിക. വളരെ ഫാസ്റ്റ് പേസിങ് ആട്ടോ. ഇത് നമുക്ക് ഒരു നിമിഷം പോലും ലാഗ് അടിക്കൂല. അത്രയും ഫാസ്റ്റ് പേസിങ്. അത് സിനിമ അങ്ങനെ കഴിഞ്ഞു പോണത് പോലെ നമുക്ക് മനസ്സിലാവാത്ത രീതിക്ക് ഫാസ്റ്റ് പേസിങ് ആണ്. അപ്പൊ ഇതിൽ പ്രധാന വേഷം ചെയ്യുന്നത് ടോം ഹാർഡിയും ജോൽ എഡ്ഗർട്ടനുമാണ്. ഇവർ രണ്ട് ബ്രദേഴ്സ് ആണ്. ഇതിൽ ജോൽ എഡ്ഗർട്ടൻ ആണ് ഇതിൽ മൂത്ത ബ്രദർ, ബ്രണ്ടൻ എന്നും ആണ് ഈ ക്യാരക്ടറിന്റെ പേര്. അതുപോലെ അനിയനായിട്ട് അഭിനയിക്കുന്നത് ടോം ഹാർഡിയാണ്. ടോം എന്നാണ് ഈ ക്യാരക്ടറിന്റെ പേര്. സോ ഇവരിതിൽ MMA ഫൈറ്റേഴ്സ് ആണ് രണ്ടാളും. സോ ഇതില് കഥാപശ്ചാത്തലം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ടോം ഹാർഡി ഒരു എക്സ് മറൈനാണ്. അപ്പൊ അതിനുശേഷം വീണ്ടും റിങ്ങിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് തന്റെ ആൽക്കഹോളിക് ആയിരുന്ന ഫാദറിന്റെ അടുത്ത് പോവാണ്. ഇപ്പൊ പണ്ട് ആൽക്കഹോളിക് ആയിരുന്നു. അപ്പൊ അതിന്റെ ബേസിൽ കുറച്ച് ട്രാജിക് പാസ്റ്റ് ഉണ്ട് ടോം ഹാർഡിക്ക്. സോ അതൊക്കെ പാസ്റ്റ് കാണിക്കാതെ ഇതിൽ പറഞ്ഞു പോവാണ്. സ്റ്റോറി ലൈനിൽ തന്നെ പ്രസന്റിൽ നിന്നിട്ട് നമുക്ക് പാസ്റ്റ് പറഞ്ഞു തരാം. അപ്പൊ നമുക്ക് ആ ഒരു ക്യാരക്ടറിന്റെ നിലവിലെ അവസ്ഥയൊക്കെ മനസ്സിലാവും. അത്രയും ഡീറ്റെയിൽ നെറേറ്റീവ് ആണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നെറേറ്റ് ചെയ്തിട്ടുണ്ട് ഈ സ്റ്റോറിയും ക്യാരക്ടർ ഡെവലപ്മെന്റും ഒക്കെ. അങ്ങനെ തിരിച്ച് ഈ ഇവരെ ഫാദർ എന്ന് പറയുന്നത് ഒരു എക്സ് കോച്ചാണ്, ബോക്സിംഗ് കോച്ച്. അതുകൊണ്ട് തന്നെ ഈ ടോം എന്ന ക്യാരക്ടർ പറയുന്നത് ഇവനെ കോച്ച് ചെയ്തിട്ട് ഈ MMA ഫൈറ്റ് ചെയ്യാനുള്ള റെഡി ആക്കണം എന്ന് പറഞ്ഞ് ചെല്ലണതാണ് ഫസ്റ്റ് കാണിക്കുന്നത്. അപ്പൊ അവര് തമ്മിലൊരു ബോണ്ടൊന്നും ഉണ്ടാവില്ല. ലൈക്ക് ഒരു ഡയറക്ട്ലി മുഖത്ത് നോക്കിയിട്ടുള്ള സ്നേഹം അച്ഛൻ മകൻ സംഭവം ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് മനസ്സിലാവും തമ്മിലുള്ള സ്നേഹം എന്താന്നുള്ളത്. അതുപോലെ പിന്നുള്ള ക്യാരക്ടറാണ് ഇവരുടെ ബ്രദർ ആയിട്ടുള്ള ബ്രണ്ടൻ എന്ന ക്യാരക്ടർ, നമ്മൾ ജോൽ എഡ്ഗർട്ടൻ ചെയ്ത ക്യാരക്ടർ. ഈ ക്യാരക്ടർ ഫാമിലിയൊക്കെ ആയിട്ട് കല്യാണം കഴിച്ച് ഒരു സ്കൂൾ ടീച്ചറൊക്കെ ആയിട്ട് ജീവിക്കുകയാണ്. പക്ഷെ അയാൾക്ക് ഒരു സെക്കൻഡ് ലൈഫും കൂടി ഉണ്ട്. രാത്രിയാണ് സമയത്ത് അയാൾ ഫൈറ്റിങ്ങിന് പോകും. ഫാമിലി അറിയാതെ ഫൈറ്റിങ്ങിന് പോയിട്ട് പലപ്പോഴും മുറിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആ മുറി വേറെ എന്തെങ്കിലും നുണ പറഞ്ഞിട്ട് ഇങ്ങനെ ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ ജീവിക്കുന്നത്. അപ്പൊ അങ്ങനെ അതിന്റെ പൈസ ഒക്കെ വെച്ചിട്ടാണ് പുള്ളിക്കാരൻ ചെയ്യുന്നത്. അപ്പൊ രണ്ടാൾക്കും ഫിനാൻഷ്യലി ഭയങ്കരമായിട്ടുള്ള സെറ്റിലൊന്നല്ല. അങ്ങനെയാണ് ഇതിൽ പോണത്. അപ്പൊ അങ്ങനെ ഇവര് സ്പാർട്ടാന്നൊരു ഇവന്റ്, ഒരു MMA ഇവന്റ് വരുമ്പോ അതിൽ രണ്ടാൾ പങ്കെടുത്ത് പിന്നെ അതിലുണ്ടാവണ ബാക്കി കാര്യങ്ങളാണ് ഇതിൽ കാണുന്നത്. സോ ഇതിൽ ജോൽ എഡ്ഗർട്ടന്റെ ഫൈറ്റിംഗ് സ്റ്റൈൽ വളരെ ടാക്ടിക്കലും അതുപോലെ പോയിന്റ്സ് ഒക്കെ നേടി ഇങ്ങനെ പോണ ടൈപ്പ് ആണെങ്കിൽ ടോം ഹാർഡിന്റെ ഫൈറ്റ്സ് ഒക്കെ ഫുള്ള് ഒറ്റയടിക്ക് നോക്കൗട്ട് കേറാ നോക്കൗട്ടൊക്കെ പോവാ ഇതായിരുന്നു. അപ്പൊ നല്ല രസം. നമുക്ക് MMA ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ വളരെ ഇഷ്ടപ്പെടും. ഇനി അതല്ല ഒരു ഇമോഷണൽ ഡ്രാമ പോലത്തെ സാധനം വിത്ത് കുറച്ച് സ്പോർട്സ് എലമെന്റ്സ് ഉള്ള സാധനം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് കാണും. എനിക്ക് തോന്നുന്ന ഒരു 99% ആൾക്കാർക്ക് ഈ പടം ഇഷ്ടപ്പെടുന്ന ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത്രയും കിട്ടിലാണ്. സോ ഇത് പേസിങ് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് കണ്ട് കഴിയുന്ന സമയം പോലും മനസ്സിലാത്ത രീതിയിൽ പേസ് ചെയ്ത് പോകും. പെട്ടെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞോ എന്ന് തോന്നിപ്പോകും. ഇതിന് ക്ലൈമാക്സിൽ ഐക്കോണിക് സീൻ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ വേറെ സിനിമ അടിച്ചു നോക്കിയാൽ തന്നെ ആ ഒരു ഫോട്ടോ കാണാം. ഞാൻ എന്താണെന്നും പറയണില്ല, അടിച്ചു നോക്കാതെ നിങ്ങൾ ഈ സിനിമ കണ്ടു നോക്കുക, എക്സ്പീരിയൻസ് ചെയ്യുക. കിട്ടില്ല പടാണ്. സോ ഈ സിനിമ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. സോ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി.